ധനുമാസം 1-ാം തീയതിയാണ്. നമുക്ക് ഗണപതി ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തടസ്സങ്ങൾ നീക്കുന്ന ഈശ്വരനാണ് വിഘ്നേശ്വരൻ. വിഘ്നേശ്വരൻ്റെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ധനുമാസത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. സ്പിരിച്വൽ പ്രാക്ടീസ് ഇതാണ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സാധന, അതുപോലെ പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഈ വക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള സമയമാണിത്. പൊതുവെ വൃശ്ചികം ധനു മാസങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് ആളുകൾ മലയ്ക്ക് പോകുന്നവരുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസിനായാലും നൊയമ്പ് കാലമാണ്. പൊതുവെ ആത്മീയതയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി ഒരു പുതുവർഷത്തിൻ്റെ വാതുക്കലാണ് നമ്മൾ. പുതുവർഷത്തിലേക്ക് നല്ല പ്രതീക്ഷകളോട് കൂടി, നല്ല ശുദ്ധമായ എനർജിയോട് കൂടി കടന്നു ചെല്ലാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി വന്നിരിക്കുന്നത് കറേജ് ആണ്. അതായത് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കാം. എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല. ദുഃഖങ്ങളും സന്തോഷങ്ങളും ദിവസവും പകലും രാത്രിയും പോലെ കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ. ഒരു രാത്രിക്ക് ശേഷം പകലുണ്ടായിരിക്കും, പകലിന് ശേഷം രാത്രിയും ഉണ്ടായിരിക്കും. അതെല്ലാം നേടാനുള്ള ധൈര്യം നമ്മൾക്കുണ്ടായിരിക്കണം. ആ ശക്തി നമ്മൾ സംഭരിക്കണം. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. കൂടുതൽ പോസിറ്റീവ് എനർജി, നല്ലത് വിചാരിച്ച് നല്ലത് വരുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി ജീവിക്കുക. നമ്മൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോട് കൂടിയിട്ട് എല്ലാ നെഗറ്റീവിനെയും വെട്ടിമാറ്റി പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളിൽ നല്ല ചിന്തകളുണ്ടാവട്ടെ, നല്ല വിചാരങ്ങളും പ്രവൃത്തികളും ഉണ്ടാവട്ടെ. അതിനുള്ള ധൈര്യം, നല്ലത് പ്രവർത്തിക്കാനാണ് കൂടുതൽ ധൈര്യം വേണ്ടത്. ആ ധൈര്യം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകട്ടെ. അടുത്തതായി വന്നിരിക്കുന്നത് ഡിലൈറ്റാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സന്തോഷമായിരിക്കുക. നമ്മൾ എന്താണോ അതാണ് നമ്മളിലേക്ക് അട്രാക്റ്റായിട്ട് വരുന്നത്. എപ്പോഴും നെഗറ്റീവായി പരാതി പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ് ഇരുന്നാൽ കൂടുതൽ വിഷമങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, സന്തോഷത്തോട് കൂടിയിരിക്കുക. നമ്മളങ്ങനെ പോസിറ്റീവായി സന്തോഷത്തിൽ ഉള്ളതിൽ സന്തോഷിച്ച്, എന്താണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഒരാൾക്ക് എപ്പോഴും ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമായിരിക്കില്ല. എന്തെങ്കിലും ചെറിയൊരു സന്തോഷം നിങ്ങൾക്കില്ലാതിരിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം, ഒരു അനുഗ്രഹം ലഭിക്കാത്ത ഒരു മനുഷ്യനുമില്ല. എന്തെങ്കിലും അനുഗ്രഹം നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുണ്ടായിരിക്കും. ശരീരം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ റീഡിങ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഡാറ്റയെങ്കിലും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് വഴികളുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ആ വഴികളെങ്കിലും ഓപ്പർച്യൂണിറ്റികളെങ്കിലും ഓർത്ത് സന്തോഷിക്കുക. അങ്ങനെ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും. അടുത്തതായി പറയാനുള്ള ഡിസിഷനാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഡിസിഷൻ എടുക്കണം, എന്ത് തീരുമാനം എടുക്കണം എന്ന് ഒരു സംശയത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ധൈര്യമായി ഒരു തീരുമാനത്തിലെത്തണം എന്നാണ് ഈശ്വരൻ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈശ്വരനിൽ മനസ്സർപ്പിച്ച് എന്ത് ഡിസിഷൻ എടുത്താലും അത് നിങ്ങൾക്ക് നല്ലതേ കൊണ്ടുവരുള്ളൂ. നമുക്ക് ഡിസിഷൻ ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാതെ ആക്ഷൻ എടുത്ത് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. എന്തായാലും നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ട അന്തിമ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അത് വലത്തെ വഴി കൂടെ പോയാലും ഇടത്തെ വഴി കൂടെ പോയാലും ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കുക. പ്രൊട്ടക്ഷൻ. നമുക്ക് ഈശ്വരൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. അതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ദൈവിക അനുഗ്രഹം, ഒരു ദൈവികമായ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഈ കാർഡിൽ കാണാൻ പറ്റും. ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായി ഇരിക്കുക. ഈശ്വരൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. നല്ലത് വരും. ധനുമാസം നല്ലതായിരിക്കട്ടെ. ഒരു പുതുവർഷത്തെ
നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി സ്വാഗതം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.